സ്വന്തം ജീവിതത്തിലെ തീരുമാനം എടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം മറ്റൊരാളെ ഏൽപ്പിക്കുന്നവർ. ഇവർക്ക് ഒരിക്കലും തങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. ജീവിതത്തിലെ ഏത് ചെറിയ തീരുമാനത്തിനും മറ്റൊരാളുടെ സഹായം ആവശ്യമുള്ള ആളുകൾ. ഇവരുടെ റിലേഷൻഷിപ്പുകളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, എന്ത് കാര്യത്തിനും, എത്ര ചെറിയ കാര്യത്തിനായാൽ പോലും സുഹൃത്തിനോടോ പങ്കാളിയോടോ ഒക്കെ എപ്പോഴും അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാർ. നിസ്സാരമായിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കും. വെറുതെ അങ്ങ് അഭിപ്രായം ചോദിക്കലല്ല, സ്വന്തമായി ഒരു തീരുമാനമെടുക്കാതെ താൻ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന ആൾ എന്തു പറയുന്നോ അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. സ്വന്തം ജീവിതത്തിലെ തീരുമാനം എടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം മറ്റൊരാളെ ഏൽപ്പിക്കുന്നവർ. ഇവരെ പലപ്പോഴും നമ്മൾ നല്ല വ്യക്തിത്വമുള്ള ആളുകളായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. വളരെ സ്നേഹമുള്ളവർ, മറ്റുള്ളവരോട് ചോദിച്ചിട്ടേ എല്ലാം ചെയ്യൂ, അനുസരണയുള്ളവർ എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇവർക്ക് ഒരിക്കലും തങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. കൂടുതൽ അറിയാം നമുക്ക് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി. ഈ പേരിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കും, ജീവിതത്തിലെ ഏത് ചെറിയ തീരുമാനത്തിനും മറ്റൊരാളുടെ സഹായം ആവശ്യമുള്ള ആളുകൾ. വൈകാരികമായും ശാരീരികമായും മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന കാരണം ഇവരുടെ റിലേഷൻഷിപ്പുകളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഡൊമസ്റ്റിക് അബ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒറ്റയ്ക്കിരിക്കാൻ മടി കാണിക്കുന്ന ഇക്കൂട്ടർ സ്വന്തം ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം താൻ വിശ്വസിക്കുന്ന ആളുകളുടെ കടമയാണെന്ന് ഉറച്ചു വിശ്വസിക്കും. പലപ്പോഴും ഇത് നമുക്ക് സ്ത്രീകളിലും കുട്ടികളിലും ധാരാളമായി കാണാൻ സാധിക്കും. അതുകൂടാതെ അത്തരത്തിൽ പെരുമാറുന്ന പുരുഷന്മാരും വളരെ കൂടുതലാണെന്ന്. അവർ സ്വന്തമായി ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാതെ മറ്റൊരാളെ ആശ്രയിച്ച് എല്ലാ തീരുമാനങ്ങൾ എടുക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വവും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്ന സ്വഭാവമാണ്. വിയോജിപ്പുകളോ ഭിന്ന അഭിപ്രായങ്ങളോ അറിയിക്കാൻ ഇവർ ശ്രമിക്കാറേയില്ല. കാരണം എന്താണെന്നറിയോ? താൻ സ്നേഹിക്കുന്ന ആൾ തന്നെ വിട്ടുപോകും എന്ന പേടിയാണ്. മറ്റുള്ളവരിൽ നിന്ന് കരുതലും സ്നേഹവും ലഭിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാണ്. ഇക്കൂട്ടർ അവർ ആശ്രയിച്ചിരിക്കുന്ന ആളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ ഇവർ അടുത്ത ആളിനെ കണ്ടുപിടിക്കുകയും ചെയ്യും. കാരണം ഇവരുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ആളില്ലാതെ മുന്നോട്ട് പോകാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുകളെ ആശ്രയിക്കുന്നു എന്ന കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എല്ലാവർക്കും കഴിയില്ല. അതിന് എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫഷണൽസിന് അത് കഴിയും. അത് അവർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യെസ് നോ പറയാൻ പഠിപ്പിക്കുകയും, അതായത് ലൈഫിൽ അസേർട്ടീവ്നെസ് കൊണ്ടുവരാൻ പഠിപ്പിക്കുകയും, അത് ഡയലറ്റിക്കൽ ബിഹേവിയർ തെറപ്പി, അതുപോലെ തന്നെ സ്കീമ ബേസ്ഡ് തെറപ്പി, ട്രാൻസ്ഫറൻസ് ഫോക്കസ് തെറപ്പി എന്നീ ചികിത്സാ രീതികൾ വഴി നമുക്ക് ഇത്തരം വ്യക്തിത്വ വൈകല്യത്തെ നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇത്തരം സ്വഭാവ സവിശേഷതകളുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ എത്രയും വേഗം മനോരോഗ വിദഗ്ധരുടെ സഹായം തേടുക. ഇല്ലെങ്കിൽ ഇവർ ജീവിതകാലം മുഴുവനും ആർക്കൊക്കെയോ അടിമകളായി ജീവിക്കേണ്ടെന്ന് വരും.